നാളത്തെ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത്. ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓരോ ബുക്കിന്റെയും ബാക്കിലുള്ള ആ ഒരു സെന്റൻസിനാണ് നമ്മൾ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയാം. അതിന്റെ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ ബ്ലർബ് റൈറ്റിംഗ് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ടൈറ്റിൽ കൊടുക്കണം, അതുപോലെ തന്നെ എഴുതുന്ന ആളുടെ പേര് കൊടുക്കണം, അതിനുശേഷം ബുക്കിന്റെ പേര്, ഓതറിന്റെ പേര്, പിന്നെ ആ ഒരു ബുക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അതിനൊരു ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൊടുക്കാം. അത് മാത്രമല്ല ബുക്കിനെ മാക്സിമം പൊക്കിയടിക്കുക, അല്ലെങ്കിൽ ബുക്കിലെ മാക്സിമം പോസിറ്റീവ് വശങ്ങൾ പറയുക. അവസാനം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ആ ഒരു ഓതറുടെ മറ്റേതെങ്കിലും ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്കുകളുടെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് അവസാനം പ്രൈസും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലർബ് റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്നൊരു എക്സ്ട്രാ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലർബ് റൈറ്റിംഗ് നിങ്ങൾ ചുമ്മാ ചെയ്ത് നോക്കുക. അതുപോലെ ബ്ലർബ് റൈറ്റിംഗ് മാത്രമല്ല, മറ്റ് കംപ്ലീറ്റ് ഡിസ്കോഴ്സുകളും അതിന്റെ എക്സാമ്പിളുകളും ആയിട്ട് ഇന്ന് രാത്രി വൈകുന്നേരം കൃത്യം 7 മണിക്ക് ലൈവ് ഉണ്ട്. മെഗാ മാരത്തോൺ മിസ് ചെയ്യരുത്. ഫുൾ ടീം ഇവിടെ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.